കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന വിശേഷങ്ങൾ പറഞ്ഞിട്ട് ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലക്ഷദ്വീപ് ഫുഡാണ് കൂടുതലും കാണിച്ചത്. അപ്പം ഒത്തിരി പേര് എനിക്ക് ഈ ഒരു തേങ്ങാപ്പാൽ കറിയുടെ റെസിപ്പി ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒട്ടും എണ്ണ ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ കറിയുടെ ബേസ് വരുന്നത് തേങ്ങാപ്പാലാണ്. രണ്ടാം പാലിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില, സവോല ഇവയെല്ലാം ഇട്ടിട്ട് ഉലുവയും കൂടി ഇട്ടിട്ട് എനിക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇട്ടുകൊടുക്കാം. അവിടെ ഒറ്റമിക്ക വീടുകളിലും ഡ്രം സ്റ്റിക്ക്, പൊട്ടേറ്റോ, ക്യാരറ്റ്, അതില്ലാന്നുണ്ടെങ്കിൽ വെണ്ടയ്ക്ക അതൊക്കെയാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പം ഡ്രം സ്റ്റിക്കും പൊട്ടറ്റോയും രണ്ടും കൂടിയാണ് ഇട്ട് കൊടുത്തത്. കുറച്ചുകൂടി എളുപ്പത്തിൽ അത് വേവാനായിട്ട് പൊട്ടറ്റോ ഒന്ന് കുക്കറിൽ വേവിച്ചിട്ടാണ് ഇട്ടത്. എന്നിട്ട് എല്ലാം കൂടി വെന്ത് വരുമ്പോൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് മാറ്റിവെക്കുക. ഭയങ്കര എളുപ്പമാണ്, അത്യാവശ്യം ഹെൽത്തിയുമാണ്. ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ചോറിന്റെ കൂടെ ഈ കറി ഒഴിച്ചിട്ട് സൈഡിൽ ഒരു തോരനും മീൻ പൊരിച്ചതും പിന്നെ മീൻ അച്ചാറും ഉണ്ടെങ്കിൽ അടിപൊളി. ഇന്ന് മീൻ ഇല്ലാത്തതുകൊണ്ട് മുട്ട വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. മുട്ട ഒന്ന് പൊരിച്ചെടുത്തതാണ്. ഇല്ലെങ്കിലും എനിക്ക് കംഫോർട്ട് ഫുഡ് എന്ന് പറഞ്ഞാല് ഇതൊക്കെ തന്നെ.